ഹലോ എവരി വൺ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പഠിച്ചത്? സ്റ്റീം പവർ പ്ലാന്റ് അല്ലേ? അതായത് സ്റ്റീം ഇവിടെ കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റീം ഉണ്ടാക്കുന്നു. കോൾ കത്തിച്ച് നമ്മൾ സ്റ്റീം ഉണ്ടാക്കുന്നു. ആ സ്റ്റീം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതേപോലത്തെ വേറൊരു പവർ പ്ലാന്റ് ആണ്, മീൻസ് വേറൊരു തരം പവർ പ്ലാന്റ് ആണ് എന്ത്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അതായത് എന്താണ്? ഹൈഡ്രോ എന്ന വാക്കിലാണ് എന്തുണ്ട്? വെള്ളം. ഓക്കെ, നമ്മുടെ വെള്ളത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ ഇടുക്കി ഡാം, ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂലമറ്റം പവർ സ്റ്റേഷനിൽ എന്താ ചെയ്യുന്നത്? വെള്ളം കെട്ടി നിർത്തി ആ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? നമ്മളിപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാം എന്താവും? നല്ല ഹൈറ്റിലാവും ഉണ്ടാവുക. ഓക്കെ, ഡാം നല്ല ഹൈറ്റ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ടാങ്ക് എവിടെ ഉണ്ടാവുക? വാട്ടർ ടാങ്ക് എവിടെ ഉണ്ടാവുക? വീടിന്റെ ഏറ്റവും മുകളിലാവും അല്ലേ? അപ്പൊ എന്താണ്? അപ്പൊ ഒരു പൊട്ടൻഷ്യൽ എനർജി ക്രിയേറ്റ് ചെയ്യല്ലേ? എന്നിട്ട് ആ പൈപ്പ് വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് നമ്മുടെ വീട്ടിലെ ടാപ്പ് ഒക്കെ അടിയിലുണ്ടാവുക. ഓക്കെ, അപ്പൊ എന്താവും? ഒരു പൊട്ടൻഷ്യൽ എനർജി കാരണം എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം മുകളിൽ നിന്ന് അടിയിലേക്ക് നല്ലൊരു ഫ്ലോ ഉണ്ടാവുന്നുണ്ട്, ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പൊ ആ കൈനറ്റിക് എനർജി നമ്മൾ യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? വീട്ടിലൊക്കെ ആവശ്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡാം ഒക്കെ എന്താവും? നല്ല ഹൈറ്റിലാവും. നല്ല മൗണ്ടൻസ്, മലയുടെ മുകളിലൊക്കെ ആയിരിക്കും. നല്ല ഹൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഡാം ഉണ്ടാക്കും, ബിൽഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ വെള്ളം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്ത വെള്ളം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? പൈപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കൈനറ്റിക് എനർജി ക്രിയേറ്റ് ചെയ്ത് ടർബൈൻസ് കറക്കി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം. ഇതിലെല്ലാം പാർട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രാം നന്നായിട്ട് വരയ്ക്കണം. വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഓരോ പാർട്സ് നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്? റിസർവോയർ അല്ലേ? നമ്മുടെ റിസർവോയർ. നമ്മൾ ഈ ഡാം മാത്രമാണ് നമ്മളിപ്പോ കണ്ടിട്ടുണ്ടാവുള്ളൂ. നമ്മളിപ്പോ എവിടെയെങ്കിലും മലമ്പുഴ, അങ്ങനെ ഇടുക്കി, അങ്ങനെ പല ഡാംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഡാമാണ് കണ്ടിട്ടുള്ളത്. ബാക്കി പെൻസ്റ്റോക്ക് പൈപ്പ് ഒന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. ഓക്കെ, അതൊക്കെ വേറെ വഴി കൂടിയാവും വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇതാണ് ഡാം. ഓക്കെ, പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് ഡാം. റിസർവോയർ. റിസർവോയർ വേറെ ഒന്നുമില്ല, നത്തിങ് ബട്ട് നമ്മുടെ വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് തരം ഗുണങ്ങളുണ്ട് ഡാമിന്. നമുക്കൊന്ന്, വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൃഷി ആവശ്യത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡാം ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഇലക്ട്രിസിറ്റിയും ഉണ്ടാക്കാം. അപ്പൊ ഇതാണ് ഡാം. ഡാമിൽ നമ്മൾ എന്ത്? റിസർവോയർ ഉണ്ട്. ആ റിസർവോയറിൽ നമ്മൾ എന്തൊരു വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെള്ളം സ്റ്റോർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ പുഴ, ഏതെങ്കിലും പുഴയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡാം എന്ത് ചെയ്യും? കൺസ്ട്രക്ട് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ആ വെള്ളത്തിന് നമ്മളൊന്ന് സ്റ്റോർ ചെയ്യും. ഓക്കെ, അറിയണ കാര്യമാണല്ലോ. ഇതൊരു പ്രഷർ ചാനൽ ഉണ്ട്. ഓക്കെ, പ്രഷർ ചാനൽ ഒന്നുമില്ല. നമ്മുടെ ഒരു പ്രഷർ ചാനൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനലാണ്. ഓക്കെ, ആ ഡാമിൽ നിന്ന് വേറൊരു പാത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ചാനലാണ് പ്രഷർ ചാനൽ. ആ പ്രഷർ ചാനൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം വരുന്നുണ്ട്. അങ്ങനെ നേരെ പോകുന്നത് എന്താണ്? എവിടേക്കാണ്? വാൾ ഹൗസിലേക്കാണ്. ഓക്കെ, ഇതാണ് വാൾ ഹൗസ്. വാൾ ഹൗസ് ഒന്നുമില്ല. നമ്മുടെ വാൾവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വെള്ളത്തിനെ ഈ പ്രഷർ ചേർന്ന് വരുന്ന വെള്ളത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാൾവ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആ വാൾവ് ഹൗസിൽ നിന്ന് നേരെ പെൻസ്റ്റോക്ക് പൈപ്പ്. പെൻസ്റ്റോക്ക് പൈപ്പ് പറഞ്ഞൊരു കോൺഡ്യൂട്ട് പൈപ്പാണ്. ഓക്കെ, ഒരു ക്ലോസ്ഡ് പൈപ്പാണ്. ഈ ചാനൽ പറഞ്ഞാൽ അത് ക്ലോസ്ഡ് അല്ല. അത് ജസ്റ്റ് നമ്മളൊരു എന്താ പറയാ, ചാല് പോലെ അങ്ങനത്തെ ഒരു ചാനലാണ്. ഓക്കെ, ക്ലോസ്ഡ് അല്ല. പിന്നെ അത് നേരെ പോകുന്ന വാൾ ഹൗസിലേക്കാണ്. വാൾ ഹൗസ് നേരെ പിന്നെ പോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പാണ്. ഈ പെൻസ്റ്റോക്ക് പൈപ്പ് ഇപ്പോൾ ഈ ഡാം ഇവിടെയാണെങ്കിൽ, ഡാം ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു 10-30, മാക്സിമം പോയ 10-30, 10-15, 10 കിലോമീറ്റർ ഒക്കെ ദൂരത്തായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുന്നത്? പവർ ഹൗസ് ഉണ്ടാവുക. അത്രയും ദൂരത്തു നിന്നാണ് ഈ വെള്ളം വരുന്നത്. അത്രയും ഹൈറ്റിൽ നിന്നും ദൂരത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്? വെള്ളം വരുന്നത്. അപ്പൊ പെൻസ്റ്റോക്ക് പൈപ്പ് നത്തിങ് ബട്ട് ഒരു കോൺഡ്യൂട്ട് പൈപ്പാണ്. ആ പൈപ്പ് എന്ത് ചെയ്യുന്ന വെള്ളം ക്യാരി ചെയ്തിട്ട് നേരെ പോകുന്നത് പവർ ഹൗസിലേക്കാണ്. പവർ ഹൗസ് പറഞ്ഞാൽ അവിടെ എന്ത് ഉണ്ടാവും? ജനറേഷൻ സ്റ്റേഷനിൽ എന്തൊക്കെ ഉണ്ടാവും? അവിടെ ടർബൈൻസ്, ഓൾട്ടർനേറ്റേഴ്സ്, അങ്ങനെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ആ ബാക്കി വരുന്ന വെള്ളം നമ്മൾ നേരെ റിവറിലേക്ക് വിടുകയാണ്. ഓക്കെ, റിവറിലേക്ക് അല്ലെങ്കിൽ ഒരു കനാലിൽ കൂടെ ഒക്കെ വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വിട്ട് കൃഷി ആവശ്യത്തിനോ എന്തിനാ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സർജ് ടാങ്ക് ആണ്. അതിനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ മനസ്സിലായില്ലേ? ഇപ്പൊ ഡാം ഉണ്ട്. ഡാം ഒന്ന് പ്രഷർ ചാനൽ വഴി വെള്ളം വന്ന് നേരെ വാൾ ഹൗസിലേക്ക് പോകുന്നുണ്ട്. ഒരു സർജ് ടാങ്ക് ഉണ്ട്, വരച്ചു വെക്കണേ. സർജ് ടാങ്ക് ഉണ്ട്. പിന്നെ വാൾ ഹൗസ് എന്ന് പറയുന്നത് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? പവർ ഹൗസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? നേരെ പോകുന്നുണ്ട്, വെള്ളം റിവറിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഡാം എന്താണ്? ഹൈറ്റ്, നല്ല ഹൈറ്റിലാണ്. അപ്പൊ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലേ? ഇതും ഈ ഡാമും ഈ പവർ ഹൗസും തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടല്ലോ. നല്ല ഹൈറ്റിലാണ് ഈ ഡാമും ഈ പവർ ഹൗസ് നല്ല
ഹൈറ്റ് കുറഞ്ഞിട്ടാണ്. അപ്പോൾ വെള്ളത്തിന്റെ ഒരു ഫ്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, നല്ലൊരു ഹൈ ഫ്ലോ ആണ്. നമുക്ക് എത്ര പൊട്ടൻഷ്യൽ എനർജി കൂടുന്നോ അത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളത്തിന്റെ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാൻ പറ്റും. വെള്ളത്തിന്റെ ആ ഒരു ഫോഴ്സ്, ഒരു ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല കൂട്ടാൻ പറ്റും. ഓക്കെ, അതാണ് സ്കിമാറ്റിക് ഡയഗ്രാം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഓരോ പാർട്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, വാട്ടർ ടർബൈൻസ് ഉണ്ട്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഉണ്ട്. ഇതൊക്കെയാണ് 3 സ്ട്രക്ചർ. ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പൊ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൽ വരുമ്പോൾ ഡാം, ഞാൻ പറഞ്ഞു ഡാം എന്താണ്, ഒരു ബാരിയർ ആണ്, ഒരു വെള്ളം കെട്ടി നിർത്തുന്ന ഒരു ബാരിയർ ആണ് എന്ത്, ഡാം. അത് വെള്ളം സ്റ്റോർ ചെയ്യും, ഒരു വാട്ടർ ഹെഡ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഡാം നമ്മൾ ഉണ്ടാക്കുന്ന കോൺക്രീറ്റോ അല്ലെങ്കിൽ സ്റ്റോൺ മാസണറി, അതായത് നമ്മുടെ ഇപ്പൊ എന്താ ചെയ്യാ, നമ്മുടെ ഇപ്പോഴത്തെ ഡാമൊക്കെ ആണെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കും. പണ്ടത്തൊക്കെയാണ് നമ്മൾ കല്ലൊക്കെ വെച്ച് അങ്ങനെ ഉണ്ടാക്കും. പിന്നെ മണ്ണ് കൊണ്ടൊക്കെയാണ്, എർത്ത് ഓർ റോക്ക് ഫിൽ, മണ്ണും ഇതൊക്കെ കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡാം ഉണ്ടാക്കിയത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ കുറെ ഡാംസ് അങ്ങനെ മണ്ണും കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, പഴയ ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോഴത്തെ ഡാമൊക്കെ എന്താണ്, കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ സ്പിൽവേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മളിപ്പോ ഈ ഡാം തുറന്നു, അതായത് മഴ ശക്തമായി കൂടിയപ്പോൾ എന്ത് ചെയ്തു, ജലനിരപ്പ് ഉയർന്നു, അപ്പൊ ഡാം തുറന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതെന്താണ്, ഷട്ടർ തുറന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ ഷട്ടർ ആണ് എന്ത്, സ്പിൽവേ. ഓക്കെ, നമ്മുടെ there are times when the river flow exceeds the storage capacity of reservoir. അതായത് നമ്മുടെ ഡാമിന് ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ, ഈ ജലനിരപ്പ് ഇത്ര ഉയർന്നു, അപ്പൊ അതിന് നമ്മുടെ ടാങ്കിൽ എന്താവും, ടാങ്ക് നമുക്കറിയാം, വീട്ടിൽ ടാങ്ക് എന്നുണ്ട്, ഇത്ര വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, നമ്മൾ തുറന്നു വിടുമല്ലോ. അപ്പോൾ ഡാമിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഡാമിന്റെ കപ്പാസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡാം എന്ത് ചെയ്യും, പൊട്ടും. അപ്പൊ ഡാം പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു സ്പിൽവേ യൂസ് ചെയ്യണം. സ്പിൽവേ ഷട്ടർ ഉണ്ട്, ആ ഷട്ടർ നമ്മൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സസ് വാട്ടറിനെ, ഓവറായി വരുന്ന വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് വിടും. അതാണ് എന്ത്, സ്പിൽവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഹെവി റെയിൻഫോളിലൊക്കെയാണ് നമ്മളത് ചെയ്യുക. ഓക്കെ, മഴക്കാലത്താണ് അധികം നിങ്ങൾ ഈ ഷട്ടർ തുറന്നു പറഞ്ഞ സംഭവങ്ങൾക്ക് നിങ്ങൾ കേൾക്കാറ്. അതാണ് സ്പിൽവേസ് എന്ന് പറയുന്നത്. ഇതാണ് സ്പിൽവേ, കണ്ടില്ലേ, നമ്മൾ വെള്ളം തുറന്ന് ഈ ഷട്ടർ ഇതാണ് സ്പിൽവേ. ഈ സ്പിൽവേസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കൺട്രോളർ ഉണ്ടാവും, ആ കൺട്രോളർ എന്ത് ചെയ്യും, അതിങ്ങനെ അതിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇത്ര സെന്റിമീറ്റർ തുറന്നു എന്നൊക്കെ പറയില്ലേ, അത്ര സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്ന് ഓപ്പൺ ചെയ്യും. ഈ ഒരു ഷട്ടർ നമ്മൾ ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യും, എക്സസ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, കളയും. ഓക്കെ, ഇതാണ് സ്പിൽവേസ്. നെക്സ്റ്റ് ഹെഡ് വർക്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് മുകളിൽ ഉണ്ടാവുന്ന വർക്ക്സുകളാണ്. അതൊക്കെ ഡാമിൽ എന്തൊക്കെയാണ്, റിസർവോയർ, കൺട്രോൾ, അതായത് നമ്മളെ എന്താണ്, പവർ ജനറേഷന് വേണ്ടിയുള്ള ഹെഡ് വർക്ക്സ്. അതായത് വെള്ളത്തിന് നമ്മൾ സ്റ്റോർ ചെയ്യുക, കളക്ട് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിസർവോയർ ഹെഡ് വർക്ക്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഡാമിന്റെ മുകളിൽ ചില സ്ട്രക്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഹെഡ് വർക്ക്സിൽ പെട്ടെന്നാണ് എന്ത്, ഈ സർജ് ടാങ്ക്, അങ്ങനെ പറഞ്ഞുതരാം. നേരത്തെ കണ്ട് സർജ് ടാങ്ക്സ് ഒക്കെ കണ്ടില്ലേ, ഈ സർജ് ടാങ്ക്, വാൾവ് ഹൗസ്, ഈ പ്രഷർ ചാനൽ, കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ കുറച്ച് സ്ട്രക്ചേഴ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിനാണ് നമ്മൾ ഹെഡ് വർക്ക്സ് പറയുക. അത് നമുക്ക് ഈ പവർ ഹൗസിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക്, ഓക്കെ, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ഈ ഹെഡ് വർക്ക്സ് യൂസ് ചെയ്യുന്നത്, പറയാം. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നതാണ് എന്ത്, സർജ് ടാങ്ക്. ഓക്കെ, ഈ സർജ് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോക്കിയൊക്കെ ഒരു സർജ് ടാങ്ക്, സർജസ് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് വരുന്ന പൾസ്, അതായത് പെട്ടെന്ന് എന്തെങ്കിലും വരുന്ന, നമ്മൾ ഇലക്ട്രിസിറ്റി സർജസ് എന്നൊക്കെ പറയില്ല, പെട്ടെന്ന് ഒരു ക്വാണ്ടിറ്റി പോവാണ്, വെള്ളം പെട്ടെന്ന് ഒഴുകുകയാണ്, പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് കൂടി, അതിനാണ് സർജസ് എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മളിപ്പോ അങ്ങനെ അറിയാലോ, ഒരു ഫ്ലോ പെട്ടെന്നൊരു ഓവർഫ്ലോ ആവുക, അങ്ങനെ സർജസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒഴിവാക്കണം. ആ സർജസ് നമുക്ക് നല്ലതല്ല, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നത്, സർജ് ടാങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. സർജ് ടാങ്ക് പറഞ്ഞ ഒരു വെർട്ടിക്കൽ ചാമ്പർ ആണ്. അത് പെൻസ്റ്റോക്ക് പൈപ്പിന്റെ കൂടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പെൻസ്റ്റോക്ക് പൈപ്പും പ്രഷർ ചാനലിന്റെയും നടുക്കിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് കണക്ട് ചെയ്തിട്ടുള്ളതാണല്ലേ, ഇതിന്റെ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് എന്താണ്, പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് സർജസ് വരുമ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സർജ് ടാങ്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുന്ന് വെള്ളം വരുന്നുണ്ട്, ഓക്കെ, വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്, സർജ് ടാങ്കിൽ വെള്ളം ഒന്നും കയറുന്നില്ല. അതുപോലെ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്, നേരെ പവർ ഹൗസിൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പവർ നിൽക്കും, പവർ വേണ്ടതായിരിക്കും, പവർ റിക്വയർമെന്റ് നമുക്ക് ഒന്ന് കുറയ്ക്കണം വിചാരിക്കുക. അപ്പൊ കുറയ്ക്കണം വിചാരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ വെള്ളത്തിന്റെ ഫ്ലോ കുറച്ചാൽ പോരെ. അതായത് നമുക്ക് പവർ ഇപ്പൊ ഇത്ര വേണ്ട, പവർ നമുക്ക് കുറച്ച് പവർ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടത്തെ ഒരു വാൾവ് ഉണ്ടാവും, ഇവിടെ എന്തെങ്കിലും നമ്മൾ ഒരു വാൾവ് ഉണ്ടാവും, ആ വാൾവ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യും, ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ ഫ്ലോ കുറയുമല്ലോ. അപ്പൊ പെട്ടെന്ന് വെള്ളത്തിന്റെ ഫ്ലോ ഒക്കെ കുറയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ലോഡ് കുറയുമ്പോൾ പെട്ടെന്ന്
ഫ്ലോ കുറയ്ക്കേണ്ടി വന്ന് നമുക്ക് ഈ വാൾവ് ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഒരു ബാക്ക് ഫ്ലോ ഒന്നുണ്ടാവും. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ വെള്ളം സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് തിരിച്ചു പോകാൻ ടെൻഡൻസി ഉണ്ടാവില്ലേ? അങ്ങനെ ടെൻഡൻസി ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് എന്ത് ചെയ്യും? ബ്രേക്ക് ആവും. ഈ പെൻസ്റ്റോക്ക് പൈപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവും, ആകെ കൊളാവും. അത് മൊത്തത്തിൽ ഈ പവർ ഹൗസ് തന്നെ ചിലപ്പോൾ ഇല്ലാതെയാവും. അപ്പൊ നമുക്ക് ഈ റിവേഴ്സ് ബാക്ക് ഫ്ലോ നമുക്ക് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്ലോ നേരെ എന്ത് ചെയ്യും? ഈ സർജ് ഇപ്പൊ ഇവിടൊക്കെ ഫ്ലോ ഉണ്ടാവില്ല, തിരിച്ച് ബാക്ക് ഫ്ലോ ഉണ്ടാവില്ല. അപ്പൊ നേരെ ഈ എക്സ്ട്രാ വരുന്ന വാട്ടർ, ആ സർജസ് എന്ത് ചെയ്യും? സർജ് വാട്ടർ എന്ത് ചെയ്യും? നേരെ ഈ സർജ് ടാങ്കിൽ പോയി ഫില്ലാവും. ഓക്കെ, അപ്പൊ പ്രഷർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ വെള്ളം നമുക്ക് പവർ ഹൗസിൽ ധാരാളം വെള്ളം വേണം. അപ്പൊ ഈ സർജ് ടാങ്കിൽ എന്ത് ചെയ്യും? വെള്ളം ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട്, വലിയ ടാങ്ക് ആട്ടോ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വെള്ളം എന്ത് ചെയ്യണം? പെട്ടെന്ന് പവർ റിക്വയർമെന്റ് കൂടി, ഇപ്പൊ നമുക്ക് വെള്ളം നന്നായി വേണം. ഓക്കെ, ഇൻപുട്ട് എനർജി നന്നായിട്ട് വേണം, വെള്ളം നന്നായിട്ട് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വാൾവ് നന്നായി തുറക്കും. അപ്പൊ ഈ സർജ് ടാങ്കത്തെ എക്സ്ട്രാ വരുന്ന വാട്ടർ എന്ത് ചെയ്യും? ഇത് കൂടെ പോവും. അപ്പൊ ഇതാണ് സർജ് ടാങ്കിന്റെ ഒരു ആവശ്യകത. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഹെഡ് വർക്ക്സ് ആണ്, അതൊരു സ്ട്രക്ചറാണ് ഈ സർജ് ടാങ്ക്. പെട്ടെന്ന് വെള്ളത്തിന്റെ വാൾവ് കൺട്രോൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ബാക്ക് ഫ്ലോ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കിയില്ലെങ്കിൽ പെൻസ്റ്റോക്ക് പൈപ്പ്, വാൾ ഹൗസ് എല്ലാം കൊളാപ്സ് ആവും. അപ്പൊ നമുക്ക് സർജ് ടാങ്ക് അവിടെ നമുക്ക് ആവശ്യമാണ്. അതാണ് സർജ് ടാങ്കിന്റെ ഒരു ഉപയോഗം. ഓക്കെ, അതന്നെ പറഞ്ഞു. കൺട്രോൾ പ്രഷർ ചേഞ്ചസ് കോസ് ബൈ സഡൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസ് ഓഫ് ടർബൈൻസ്. ആ ടർബൈൻസ് നമുക്ക് പെട്ടെന്ന് സ്പീഡ് കുറയ്ക്കണം, കൂട്ടണം. കാരണം ഈ ഒരു സ്പീഡ് കൂട്ടും തോറുകയാണല്ലോ നമുക്ക് സ്പീഡ് കൂടുകയാണെങ്കിൽ, ഇപ്പൊ ടർബൈൻസിന്റെ റൊട്ടേഷൻ സ്പീഡ് കൂട്ടുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ ഫ്ലോ നമുക്ക് കൂട്ടണം. അത് കുറയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വാൾവ് നമുക്ക് കൺട്രോൾ ചെയ്യണം. അപ്പൊ സർജസ് നമുക്ക് ഒഴിവാക്കാൻ സർജ് ടാങ്ക് യൂസ് ചെയ്യണം. മനസ്സിലായി വിചാരിക്കണം. പിന്നെ നമുക്കുള്ളതാണ് ഈ ഈ ഒരു സർജ് ടാങ്ക്. ഇതാണ് സർജ് ടാങ്ക് ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത സർജ് ടാങ്ക്. പിന്നെ ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൾവ്. ഈ ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൾവ് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഈ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് നമുക്ക് മുകളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, വെള്ളം മുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? അടിയിലും ഒരു വാൾവ് ഉണ്ട്, മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൾവ് യൂസ് ചെയ്യുന്നതാണ്. ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൾവ് നമുക്ക് വെള്ളത്തിനെ ഓഫ് ചെയ്യാനും, ഓഫ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. ഓക്കെ, അത് പെൻസ്റ്റോക്ക് പൈപ്പിലാണ് എന്ത് ചെയ്യുന്നത്? ഫ്രം ദ പെൻസ്റ്റോക്ക് പൈപ്പ് ടു ദ ടർബൈൻ. ഓക്കെ, ഫ്രം ദ പെൻസ്റ്റോക്ക് പൈപ്പ് നിന്ന് ടർബൈനിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ബട്ടർഫ്ലൈ വാൾവ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഒരു എയർ വാൾവ് ഉണ്ട്. എയർ വാൾവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ പ്രഷർ നമുക്ക് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് പുറത്തുള്ള പ്രഷറും പുറത്തുള്ള പ്രഷറും ഈ പൈപ്പിനകത്തുള്ള പ്രഷറും നമുക്ക് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. when water runs out of the penstock faster than it enters the vacuum, ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വാക്യൂം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൊളാപ്സ് ആവാം, ഇത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എയർ നമുക്ക് എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ആ പ്രഷർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കുക. പുറത്തെ പ്രഷറും അകത്തെ പ്രഷറും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എയർ വാൾവ് യൂസ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് എയർ എന്ത് ചെയ്യും? ആ പ്രഷർ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഹെഡ് വർക്ക്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. സർജ് ടാങ്ക്, അതേപോലെ തന്നെ ബട്ടർഫ്ലൈ വാൾവ് ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ എയർ വാൾവ് നമുക്ക് പ്രഷർ, പുറത്തെ പ്രഷറും പൈപ്പിന്റെ അകത്തുള്ള പ്രഷർ, അത് പെൻസ്റ്റോക്ക് പൈപ്പിന്റെ അകത്തുള്ള പ്രഷറും മെയിൻറ്റെയിൻ ചെയ്യുക, ഒരേപോലെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രഷർ വാൾവ് യൂസ് ചെയ്യുന്നത്. അടുത്ത പെൻസ്റ്റോക്ക്. ഞാൻ പറഞ്ഞു നമ്മുടെ പെൻസ്റ്റോക്ക് ഇതാണ്. നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു പെൻസ്റ്റോക്ക് എത്തി. ഈ പെൻസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൈപ്പാണ്. ഓക്കെ, ഒരു ലാർജ് ക്ലോസ്ഡ് പൈപ്പാണ്. എന്താണ്? വെള്ളം നമുക്ക് റിസർവോയിൽ നിന്ന് സർജ് ടാങ്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഹൈഡ്രോളിക് പവർ പ്ലാന്റിലേക്ക് നമുക്ക് എത്തിക്കണം വെള്ളത്തിന്. ഓക്കെ, ആ വെള്ളത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെൻസ്റ്റോക്ക് പൈപ്പ് യൂസ് ചെയ്യുന്നത്. പെൻസ്റ്റോക്ക് പൈപ്പ് വളരെ കുറെ കിലോമീറ്റേഴ്സ് പെൻസ്റ്റോക്ക് പൈപ്പ് പോവും. ഓക്കെ, നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പെൻസ്റ്റോക്ക് പൈപ്പ്. പണ്ട് പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടി പറഞ്ഞിട്ടൊക്കെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഭയങ്കര അപകടം പിടിച്ച ഒരു പൈപ്പാണ്. മീൻസ് അത്രയും ഹ്യൂജ് ആയിട്ട് നല്ല വെലോസിറ്റിയിൽ പോകുന്ന, നല്ല ഫോഴ്സിൽ വെള്ളം ക്യാരി ചെയ്യുന്ന പൈപ്പാണ്. ഓക്കെ, അപ്പൊ പെൻസ്റ്റോക്ക് പൈപ്പ് സാധാരണ ഉണ്ടാക്കുന്നത് സ്റ്റീൽ, റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഓർ സ്റ്റീൽ, അതായത് കോൺക്രീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പെൻസ്റ്റോക്ക് പൈപ്പ് ഉണ്ടാക്കുക. ഓക്കെ, നമ്മൾ മേക്ക് ചെയ്യുക. പെൻസ്റ്റോക്ക് പൈപ്പ് ലോ ഹെഡ്സിൽ ലെസ് ദാൻ 30 മീറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്രേറ്റർ ദാൻ 30 മീറ്ററിലാണെങ്കിൽ നമ്മൾ ലെസ് ദാൻ 30 മീറ്റർ അത്രയും ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഹെഡ്, ആ ഒരു ഹൈറ്റ് 30 മീറ്ററിന് താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോൺക്രീറ്റ് കൊണ്ടാണ് നടക്കുക. നല്ല ഹെഡ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? തിക്നെസ്, അതായത് നമ്മൾ എന്താ ചെയ്യുക? സ്റ്റീൽ കൊണ്ടൊക്കെ ഉണ്ടാക്കുക. ഓക്കെ, കോൺക്രീറ്റ് ആകുമ്പോൾ അത് കുറെ കാലം കഴിഞ്ഞാൽ ഡിറ്റോറിയേഷൻ, അതായത് അതിന്റെ ഇത് വരാം. കോൺക്രീറ്റിന് വെള്ളം അങ്ങനെ കുറെ ഫ്ലോ ചെയ്യുമ്പോൾ കോൺക്രീറ്റ് അത്
ഡിസിൻഗ്രേറ്റഡ് ആവാം, അതായത് കോൺക്രീറ്റിന്റെ ആ ഒരു സ്ട്രെങ്ത് കുറയാം. ഓക്കെ, അതോടെ നമ്മൾ ഗ്രേറ്റർ പ്രഷർ നമ്മൾ നല്ല ഹൈറ്റ് കൂട്ടും തോറും നമ്മൾ കോൺക്രീറ്റ് യൂസ് ചെയ്യാറില്ല, നമ്മൾ സ്റ്റീലാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ലോ ഹെഡിലേക്കാണ് നമ്മൾ കോൺക്രീറ്റ് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഹെഡ് കൂടും തോറും ഇതിന്റെ പൈപ്പിന്റെ തിക്നെസ് നമ്മൾ എന്ത് ചെയ്യും, കൂട്ടും. അതായത് എത്ര ഹെഡ് കൂടുന്നോ, ഹെഡ് ഹൈറ്റ് കൂടുന്നോ, അപ്പൊ അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടും. അപ്പൊ അത്രയും ഹ്യൂജ് ഫ്ലോ ആയിട്ട് വെള്ളം വരിക. നല്ല തിന്നാണെങ്കിൽ പെട്ടെന്ന് പൊട്ടുന്ന അറിയാലോ, ലോജിക്കലി ആലോചിച്ചാൽ പോലെ. അപ്പൊ നല്ല ഹെഡ് കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്യും, പെൻസ്റ്റോക്ക് പൈപ്പിന്റെ തിക്നെസ് എന്ത് ചെയ്യും, കൂട്ടും. ഓക്കെ, യൂഷ്വലി ഹൈ ഹെഡിൽ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, റെയിൻഫോഴ്സ്ഡ് സ്റ്റീൽ, അതായത് സ്റ്റീൽ. അടുത്ത് വാട്ടർ ടർബൈൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് എത്തി, നമ്മൾ പെൻസ്റ്റോക്ക് പൈപ്പ് എത്തി. പെൻസ്റ്റോക്ക് പൈപ്പ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ എത്തി, പവർ ഹൗസിലേക്ക് എത്തി. ഓക്കെ, ഈ പവർ ഹൗസ് പറഞ്ഞാൽ അവിടെ എന്താവും, മെയിൻലി ഒന്നുമില്ല, അവിടെ ടർബൈൻസ് ആണ് ഉണ്ടാവുക. ടർബൈൻസും ഓൾട്ടർനേറ്റേഴ്സും ഉണ്ടാവും. അപ്പൊ ടർബൈൻസ് എന്താണ്, നമ്മുടെ വരുന്ന വെള്ളത്തിനെ, നമ്മുടെ ആ വരുന്ന ഒരു കൈനറ്റിക് എനർജിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മെക്കാനിക്കൽ എനർജി, ആ റൊട്ടേഷണൽ എനർജി നമ്മൾ ആക്കി കൺവേർട്ട് ചെയ്യണ ഒരു എക്യുപ്മെന്റ് ആണത് വാട്ടർ ടർബൈൻസ്. ഓക്കെ, അപ്പൊ വാട്ടർ ടർബൈൻസിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈൻസ് ആണ് നമ്മൾ മെയിൻലി ഉള്ളത്. ഓക്കെ, അപ്പൊ ഇമ്പൾസ് ടർബൈൻ, അപ്പൊ ഇതാണ് ഇമ്പൾസ് ടർബൈൻ. ഓക്കെ, ഇത് പെൻസ്റ്റോക്ക് പൈപ്പിൽ നിന്ന് വരുന്ന ആ ഒരു വാട്ടർ ആണ്. ആ വാട്ടർ എന്ത് ചെയ്യുന്നു, നേരെ ഇതിലേക്ക് ഹിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതൊരു പെൽട്ടൺ വീൽ. അപ്പൊ ഇമ്പൾസ് ടർബൈനിൽ മെയിൻ വരുന്ന ഒരു ടർബൈൻ ആണെന്ത്, പെൽട്ടൺ വീൽ എന്ന് പറയുക. പെൽട്ടൺ വീൽ ടർബൈൻ ഇമ്പൾസ് ടർബൈനിൽ വരുന്ന ഇമ്പൾസ് ടർബൈനിന്റെ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ പെൽട്ടൺ ടർബൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്, പെൽട്ടൺ വീൽ ടർബൈൻ. ഓക്കെ, പെൽട്ടൺ ടർബൈൻ. അപ്പൊ ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെള്ളം വരുന്ന വെള്ളത്തിന് നമ്മൾ കൈനറ്റിക് എനർജീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കൈനറ്റിക് എനർജി, അതായത് മുകളിൽ നിന്ന് വരുന്ന വെള്ളം കൈനറ്റിക് എനർജി, ഹൈ എനർജിയിൽ കൈനറ്റിക് എനർജിയിൽ വരുന്നുണ്ട് ഈ വെള്ളം. ഒരു നോസിൽ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്, നമ്മൾ വെലോസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗാർഡനിലൊക്കെ വെള്ളം നനയ്ക്കുമ്പോൾ നമുക്ക് ദൂരത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ആ പൈപ്പിന്റെ പുറത്ത് നമ്മൾ ഒന്ന് എന്ത് ചെയ്യും, പൈപ്പിന്റെ ആ ഒരു അറ്റത്ത് നമ്മൾ കൈ വെച്ചിട്ട് തള്ളവിരൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നനയ്ക്കാറില്ലേ. ഓക്കെ, അപ്പൊ വെള്ളം കുറച്ചുകൂടി ദൂരത്തേക്ക് പോകുമല്ലോ, അതിന്റെ ഫ്ലോ ഒന്നുകൂടി കൂടുമല്ലോ. അപ്പൊ ആ ഫ്ലോ ഒന്നുകൂടി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു നോസിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇത് ക്ലോസിങ് കുറയ്ക്കുകയാണ്. ഓക്കെ, ഒരു നോസിൽ വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. അപ്പൊ ഹൈ വെലോസിറ്റി ആവുന്നു. ഓക്കെ, അതിന്റെ ആ ഒരു വരുന്ന വെള്ളത്തിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ ഏരിയ നമ്മൾ കുറയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ ആ പൈപ്പ് നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ, തള്ളവരോണ്ട് പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ആ വെള്ളത്തിന് പോകാനുള്ള ഏരിയ കുറയല്ലേ. ഓക്കെ, ഏരിയ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു, വെള്ളം കുറേ കൂടി വെലോസിറ്റി കൂടി ദൂരത്തേക്ക് വെള്ളം പോകും. അതേപോലത്തെ സംഭവം തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ നോസിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, വെള്ളത്തിന്റെ ഏരിയ കുറയ്ക്കുന്നു, പൈപ്പിന്റെ ഇത് കുറയ്ക്കുന്നു. വെള്ളം കൂടുതൽ വെള്ളം അല്ല, ഹൈ വെലോസിറ്റിയിൽ വെള്ളം എന്ത് ചെയ്യുന്നത്, ഈ പെൽട്ടൺ വീലിന്റെ ബക്കറ്റ്സ്, റണ്ണർ ബക്കറ്റ്സ്, ഇത് റണ്ണേഴ്സ് ആണ്, അതായത് ബക്കറ്റ്സ് എന്ന് പറയാം, ബക്കറ്റ്സ് എന്ന് പറയും. ഈ ബക്കറ്റ്സിൽ എന്ത് ചെയ്യുന്നു, ബക്കറ്റ്സ് അല്ലെങ്കിൽ ബ്ലേഡ്സ് എന്ന് പറയും. ഈ ബ്ലേഡ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ വെള്ളം തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇതിന്റെ പരിപാടി. ഓക്കെ, ഇത് ടാൻജൻഷ്യൽ ഫ്ലോ ആണ്, അതായത് ഈ ഒരു വെള്ളത്തിന്റെ അതേ ഫ്ലോയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് റൊട്ടേറ്റും ചെയ്യുന്നത്. അതാണ് ടാൻജൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇത് ഹൈ ഹെഡിൽ യൂസ് ചെയ്യുന്നത്, നല്ല ഹൈ ഹെഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 300 മീറ്ററിന്റെ മുകളിൽ വരുമ്പോൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പെൽട്ടൺ വീല് യൂസ് ചെയ്യുക. ഹെഡ് മീൻസ് മനസ്സിലായില്ല, ഹൈറ്റ് ഡിഫറൻസ് ഉദ്ദേശിച്ചിട്ടോ. ഓക്കെ, ഇതാണ് ഇതിന്റെ പെൽട്ടൺ വീല്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഫിഗർ അങ്ങനെ വരയ്ക്കൊന്നും വേണ്ട, മനസ്സിലാക്കി വെക്കുക. ഇമ്പൾസ് ടർബൈൻസ് ഉണ്ട്, ഹൈ വെലോസിറ്റി ആണ്, ഹൈ ഹെഡ് ആണ്. ഓക്കെ, മനസ്സിലായോ ലോജിക് എത്തിയില്ല. ഇനി റിയാക്ഷൻ ടർബൈൻ എന്താ ചെയ്യുന്നത്, ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത് പാർട്ട്ലി മെക്കാനിക്കൽ എനർജിയും പ്രഷർ എനർജിയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുന്ന പരിപാടി തന്നെയാണ്. അത് പാർഷ്യലി പ്രഷർ എനർജിയും പാർട്ട്ലി പ്രഷർ എനർജിയും അതുപോലെ പാർട്ട്ലി മെക്കാനിക്കൽ എനർജി ആയിട്ട്, കൈനറ്റിക് എനർജി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. മറ്റേത് ഫുൾ കൈനറ്റിക് എനർജിയാണ്. ഇമ്പൾസ് ടർബൈൻ ഫുൾ കൈനറ്റിക് എനർജി നമ്മൾ മെക്കാനിക്കൽ എനർജി ആക്കുകയാണ്. പക്ഷെ ഇവിടെ പ്രഷറും യൂസ് ചെയ്യുന്നുണ്ട്. പ്രഷറും കൈനറ്റിക് എനർജിയും പാതിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. മീഡിയം ഹെഡ് റേഞ്ചിൽ, അതായത് മീഡിയം ഹൈ ഹെഡ് അല്ല, മീഡിയം ഹെഡ് റേഞ്ചിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ടർബൈൻസ്. ഇത് രണ്ട് തരം ടർബൈൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫ്രാൻസിസും അതേപോലെ തന്നെ കെപ്ലാൻ ടർബൈൻസ്. 2 തരം ടർബൈൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഫ്രാൻസിസ് ടർബൈൻസ് നോക്കാം. ഇതാണ് ഫ്രാൻസിസ് ടർബൈൻസ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് സ്ലൈഡ് ഇട്ടു എന്നേ ഉള്ളൂ. ഇതങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അങ്ങനെ എഴുതൊന്നും വേണ്ട, അങ്ങനെ ഡിക്ലെയർ ചെയ്തൊന്നും വേണ്ട, പക്ഷെ ഇത് അറിഞ്ഞിരിക്കുക. ഓക്കെ, PSC എക്സാംസിനൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പൊ എന്താണ്, വെള്ളം വരുന്നുണ്ട്, വെള്ളം വന്നിട്ട് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എന്താണ് മീഡിയം ഹെഡിലാണ്, ലോ ടു മീഡിയം ഹെഡിലാണ് നമ്മൾ ഫ്രാൻസിസ് ടർബൈൻസ് യൂസ് ചെയ്യുന്ന ഒരു ഔട്ടർ റിംഗ് ഉണ്ട്. ഇതാണ് ഔട്ടർ റിംഗ്. ഓക്കെ, ഇതാണ് ഈ ഔട്ടർ റിംഗ്.
അതുപോലെ തന്നെ of stationary gauge blades fixed to the turbine casing and inner ring of rotating blades forming runner. അതായത് ഒരു എന്താണ് റണ്ണർ ബ്ലേഡും ഉണ്ട്, ഒരു ഗൈഡിങ് ബ്ലേഡും ഉണ്ട്. അതായത് എന്താണ് ഗൈഡിങ് ബ്ലേഡ് പറഞ്ഞാൽ വെള്ളത്തിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിടാം. അതായത് വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്, ആ വെള്ളം നേരെ വന്നിട്ട് എന്ത് ചെയ്യും, ഈ ഗൈഡിങ് വീലിൽ കൂടെ എന്ത് ചെയ്യും, ഇത് പോവും. ഓക്കെ, ഗൈഡിങ് വീലിൽ കൂടെ പോവാം. ഗൈഡിങ് വീൽ ബ്ലേഡ് അല്ലെങ്കിൽ ഗൈഡിങ് വീൽ അല്ലെങ്കിൽ ഗൈഡിങ് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളത്തിന്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ വെള്ളം നേരെ എന്ത് ചെയ്യുന്നു, ഈ റണ്ണർ ബ്ലേഡിലേക്ക് ഈ വെള്ളം തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ വെള്ളം എന്ത് ചെയ്യുന്നു, ഈ റണ്ണർ ബ്ലേഡ് എന്ത് ചെയ്യുന്നു, കറങ്ങുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഇട്ടു എന്നുള്ളൂ, നിങ്ങൾ അടുത്ത ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. പക്ഷെ ഇങ്ങനെ ടർബൈൻ ഉണ്ടെന്നും ഇതിങ്ങനെയാണെന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു ഔട്ടർ കേസിംഗ് ഉണ്ട്, ഒരു ഗൈഡിങ് വെയിൻ അല്ലെങ്കിൽ ഗൈഡിങ് വീൽ ഉണ്ട്. അതെന്ത് ചെയ്യുന്നു, വെള്ളം നേരെ വരുന്നു, ഈ ഗൈഡിങ് വീൽ എന്ത് ചെയ്യുന്നു, ഈ വെള്ളത്തിനെ നേരെ ഉള്ളിലേക്ക് ഉണ്ടാവും. ഇതിന്റെ ഒരു ഷേപ്പ് നോക്കിയേ, വെള്ളം നേരെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, ഇത് ഗൈഡ് ചെയ്തിട്ട് വെള്ളത്തിനെ കൺട്രോൾ ചെയ്യുന്നു, നേരെ റണ്ണർ ബ്ലേഡിലേക്ക് പോകുന്നു. ആ റണ്ണർ ബ്ലേഡ് എന്ത് ചെയ്യുന്നു, വെള്ളം തട്ടിയിട്ട് കറങ്ങുന്നു. ഓക്കെ, ഇതിനെ കൺട്രോൾ ചെയ്യണം. ഈ വെള്ളം നേരെ ഉണ്ടോ, ഈ വരുന്ന വെള്ളത്തിനെ കണ്ടില്ലേ, ഇങ്ങനെ പോയി ഈ വെള്ളം ഇങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷേപ്പ് കണ്ടില്ലേ, അങ്ങനെ പോകുന്നു. നേരെ ഇത് റണ്ണർ ബ്ലേഡ് പോയി റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് 30 മീറ്റർ മുതൽ 300 മീറ്റർ വരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഉള്ള റേഞ്ചിലാണ് നമ്മൾ എന്തെങ്കിലും ഫ്രാൻസിസ് ടർബൈൻസ് യൂസ് ചെയ്യുന്നത്. നല്ല എഫിഷ്യന്റ് ആയ ടർബൈൻസ് ആട്ടോ. ഇതാണ് ഇതിന്റെ ഒരു റിയൽ ലൈഫ് ഇമേജ്. നിങ്ങൾ പവർ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഇതിനെ ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത കെപ്ലാൻ ടർബൈൻ. കെപ്ലാൻ ടർബൈൻ ഈസ് ഓൾസോ ആസ് സിമിലർ ആണ് ഇതിന് സിമിലർ ആണ്. നമ്മുടെ ഫ്രാൻസിസ് ടർബൈനെ പോലെ തന്നെയാണ് കെപ്ലാൻ ടർബൈൻസ്. ഓക്കെ, ഷേപ്പിൽ വ്യത്യാസമൊന്നുമില്ല. ഇതിലും എന്തുണ്ട്, ഒരു ഗൈഡിങ് വെയിനും ഉണ്ട്, അല്ലെങ്കിൽ ഗൈഡിങ് ബ്ലേഡും ഉണ്ട്, റണ്ണർ ബ്ലേഡും ഉണ്ട്. അതെന്ത് ചെയ്യും, നേരെ പോകുന്നു, വെള്ളം വരുന്നു, വെള്ളം വന്നത് അതേപോലെ തന്നെ വർക്കിംഗ് തന്നെയാണ് കേട്ടോ. പക്ഷെ എന്താ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ്, 2 മീറ്റർ മുതൽ 40 മീറ്റർ, അത് ലോ ഹെഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ റണ്ണർ വെയിന് മാത്രമാണ്, ആ റണ്ണർ ബ്ലേഡിന് മാത്രമാണ് എന്തില് ചെറിയൊരു ഡിഫറൻറ്റ് ഉള്ളത്. ബാക്കിയൊക്കെ എന്താണ് ഫ്രാൻസിസ് ടർബൈന്റെ പോലെ തന്നെയാണ്. ഫ്രാൻസിസ് ടർബൈൻ അത് നമുക്ക് കണ്ടില്ലേ, ഇതേ ഷേപ്പിന്റെ ഇതും നല്ല വ്യത്യാസമൊന്നും ഇല്ലാണ്ടില്ലേ, ഇതേപോലെ തന്നെ ഇതും. പക്ഷെ അതിന്റെ ഈ റണ്ണർ ബ്ലേഡിന് എന്തിനുണ്ട്, ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് മാത്രമാണ് ഡിഫറൻറ്റ് ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ ലോ ഹെഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കെപ്ലാൻ ടർബൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ടർബൈൻസ്. ഓക്കെ, അപ്പോൾ 3 ടർബൈൻസ് ഏതൊക്കെയാണ്, ഇമ്പൾസ് ടർബൈൻ ഉണ്ട്, അതേപോലെ തന്നെ റിയാക്ഷൻ ടർബൈൻസ് ഉണ്ട്. ഇമ്പൾസ് ടർബൈൻസ് വരുന്നതാണ് ഹൈ ഹെഡിൽ യൂസ് ചെയ്യുന്നതാണ്, അത് എന്താണ് പെൽട്ടൺ വീലാണ്. റിയാക്ഷൻ വരുന്നതാണ് കെപ്ലാനും ഫ്രാൻസിസും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പാർട്സ് ഒന്നും മനസ്സിലാക്കണ്ട, ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് മനസ്സിലാക്കി വെക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതാണ് ഇതിന്റെ കെപ്ലാൻ ടർബൈൻ. കണ്ടില്ലേ, രണ്ടും സിമിലർ ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അതിന്റെ ആ ഒരു റണ്ണർ ബ്ലേഡ് മാത്രമാണ് വ്യത്യാസം. അടുത്ത ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ വെള്ളത്തി മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കി ആ നമ്മുടെ ടർബൈൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൈനറ്റിക് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പൊ ആ മെക്കാനിക്കൽ എനർജി നമുക്ക് ഇലക്ട്രിക് എനർജി ആക്കണ്ടേ. അപ്പൊ നമ്മുടെ ടർബൈൻസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഓൾട്ടർനേറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ടർബൈൻ കറങ്ങുമ്പോൾ അതിന് എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റർ കറങ്ങും, ഓൾട്ടർനേറ്റർ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. ഓക്കെ, അതറിയാലോ. അപ്പൊ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് പറയുമ്പോൾ ഓൾട്ടർനേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉണ്ടാവുന്ന 11 kV ഉണ്ടാക്കുന്ന 11 kV നമുക്ക് 110 kV 220 kV 440 kV എന്നൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. ആ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, സർക്യൂട്ട് ബ്രേക്കേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ചിങ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി ഈ ഒരു പവർ സ്റ്റേഷന്റെ ക്ലാസ്സസ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ട്രാൻസ്മിഷനിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഓരോ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതാണ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. ഓക്കെ, മെയിൻലി മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇത് എത്ര എഴുതിയാൽ മതി. പിന്നെ സെലക്ഷൻ ഓഫ് സൈറ്റ് അടുത്താണ്. ഇത്രയോടെ നമ്മുടെ എന്ത് ചെയ്യണം, ഇതിന്റെ ഓരോ പാർട്സുകൾ. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. ഞാനത് വീണ്ടും വേറെ വല്ല വീഡിയോയും ചെയ്യാം, അല്ലെങ്കിൽ കമന്റിൽ ഞാനത് റിപ്ലൈ തരാം കേട്ടോ. പിന്നെ സെലക്ഷൻ ഓഫ് സൈറ്റ് എന്തൊക്കെയാണ്, നമുക്ക് വെള്ളം വേണം. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു തെർമൽ പവർ സ്റ്റേഷൻ, അവിടെ എന്തൊക്കെ വേണം, കോൾ വേണം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻ ഉണ്ടാക്കുമ്പോൾ അവിടെ എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം, നമുക്ക് വെള്ളം വേണം, ഇനഫ് വാട്ടർ അവൈലബിൾ. വെള്ളം അല്ലെങ്കിൽ പരിപാടി നടക്കില്ലല്ലോ. അപ്പൊ നമുക്കൊരു പുഴയോ അങ്ങനെ എന്തെങ്കിലും ലേക്സോ അങ്ങനെ എന്തെങ്കിലും വേണം, വെള്ളം നമുക്ക് വേണം. പിന്നെ വല്ല വാട്ടർ ഹെഡ് വേണം. ഓക്കെ,
വെള്ളം മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് നല്ല ഹെഡ് വേണം. എന്നാലാണ് ഈ പൊട്ടൻഷ്യൽ എനർജി ഒക്കെ ഉണ്ടാവുള്ളൂ, ഈ പ്രോസസ് ഒക്കെ നടക്കുള്ളൂ. പിന്നെ നമുക്ക് ഡാമും റിസർവറും ഒക്കെ പ്ലേസസ് വേണം, സൈറ്റ് വേണം, ഓക്കെ, സ്ഥലം വേണം, നല്ല റോക്ക് അവിടുത്തെ മണ്ണിന് നല്ല ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് ആ ഒരു മണ്ണിന് അവിടുത്തെ ആ ഒരു സോയിലിൽ നമുക്ക് ഈ ഡാമിനെ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടേ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവില്ലേ. അതിന് നല്ല സ്ട്രോങ് ആയ ഫൗണ്ടേഷൻ വേണം. പിന്നെ സൈറ്റിലേക്ക് എത്താൻ എളുപ്പമായിരിക്കണം. ഇപ്പൊ റിവർ ഒക്കെ പറഞ്ഞ പുഴയൊക്കെ നമുക്ക് ചിലപ്പോൾ ഫോറസ്റ്റിന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും, മല ഒക്കെ ഫോറസ്റ്റിന്റെ ഉള്ളിലൊക്കെ സാധാരണ ഡാംസ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ അവിടേക്ക് എത്താൻ പറ്റണം നമുക്ക്. ഒരു റോഡ് സൗകര്യം വേണം, കാരണം നമുക്ക് എക്യുപ്മെന്റ്സ് മെയിൻ്റെനൻസിന് വേണ്ടി കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണ്ടേ, ട്രാൻസ്മിഷൻ ലൈൻസ് ഒക്കെ കൊണ്ടുപോകണ്ടേ. ഓക്കെ. പിന്നെ നിയർ ടു പവർ ഡിമാൻഡ് ഏരിയ, ഏതെങ്കിലും കാട്ടുമുക്കിന്റെ ഉള്ളിൽ പോയി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ആ ട്രാൻസ്മിഷൻ ലൈൻസിന് നമുക്ക് സിറ്റിയിലേക്കോ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ഓക്കെ. പിന്നെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയണം, സേഫ് ഹാൻഡ്ലിങ്, ഫ്ലഡ് ഉണ്ടാകുമ്പോൾ സേഫ് ഹാൻഡ്ലിങ്. അപ്പൊ ലോജിക്കലി നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ എഴുതാം. പിന്നെ ഞാൻ വിട്ടുപോയ പോയിന്റ് ആണ്, നമുക്ക് ഇതിന്റെ സൈറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് നമുക്ക് അത് ഒരു അഫോർഡബിൾ ആയിരിക്കണം. കുറെ കോസ്റ്റ് നമുക്ക് നഷ്ടമാവല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ. ഇത് ബേസിക്കലി ഇതൊരു നല്ലൊരു പവർ പ്ലാന്റ് ആണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് കോള് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അവിടെ ഇനീഷ്യൽ കോസ്റ്റ് കോള് കുറെ വാങ്ങണം നമുക്ക്. ഓക്കെ. കോളൊക്കെ നമുക്ക് വാങ്ങണം. പക്ഷെ ഇവിടെ വെള്ളം പറയുമ്പോൾ നമുക്ക് പ്രകൃതി തരുന്ന ഒരു ഇതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് വെള്ളം, പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റണ്ണിങ് കോസ്റ്റ് എന്താണ് ഇവിടെ കുറവാണ്. ഓക്കെ. റണ്ണിങ് കോസ്റ്റ് നമുക്ക് ഇവിടെ കുറവാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എപ്പോഴും കിട്ടണമെന്നില്ല. മഴക്കാലത്ത് മാത്രമേ നമുക്ക് മെയിൻലി വെള്ളം ഉണ്ടാവുള്ളൂ. വേനൽക്കാലത്ത് നമുക്ക് വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ട് കേരളം എന്ത് ചെയ്യുന്നു, വേനൽക്കാലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്ന് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, വാങ്ങുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മൾ തെർമൽ പവർ സ്റ്റേഷനൊക്കെയാണ് എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ. ഇതൊക്കെയാണ് നമ്മുടെ എന്ത് ചെയ്യുക, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഓക്കെ. ഡീറ്റെയിൽ ആയി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു.